ഇനി കൊല്ലത്ത് നിന്ന് കലോത്സവ വാർത്തകളിലേക്കാണ്. കലോത്സവത്തിന് ഇന്ന് കൊടിയിറക്കം. അപ്പോൾ കൊല്ലത്ത് നമ്മളൊരു മത്സരാർത്ഥികളെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അത് കഥാപ്രസംഗത്തിന് എ ഗ്രേഡ് നേടിയ APPM VHSSലെ അവണീശ്വരം കൊട്ടാരക്കരയിലെ കുട്ടികളാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. ഗുഡ് ഈവനിങ് മക്കളെ, ഹൗ ആർ യു? ഫൈൻ. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? മത്സരം കഴിഞ്ഞോ? മത്സരം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? എ ഗ്രേഡ് ഉണ്ട്, സന്തോഷം. ഈ കഥാപ്രസംഗം എന്ന് പറയുമ്പോഴേ ഒരുപാട് കഴിവുകൾ നമ്മൾ മിക്സ് ചെയ്തുള്ളൊരു കലാരൂപമാണല്ലോ. അതായത് നമുക്ക് പാട്ട് പാടാൻ അറിയണം, അതേപോലെ തന്നെ ശബ്ദവിന്യാസം കൊണ്ട് ആ കഥയിലെ ഓരോ ഭാവങ്ങളും നമ്മൾ കാണികളിലേക്ക് എത്തിക്കുകയും വേണം, മുഖഭാവം അതിനനുസരിച്ച് മാറണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ കഥാപ്രസംഗത്തോട് തന്നെ താല്പര്യം തോന്നാൻ എന്താ കാര്യം? കഥാപ്രസംഗത്തിനോട് താല്പര്യം എനിക്ക് തോന്നി തുടങ്ങിയത് ഈ കലോത്സവത്തിൻ്റെ സമയത്തായപ്പോൾ ഞങ്ങളുടെ സാറിൻ്റെ ഒരു നിർബന്ധം മൂലമാണ് ഞങ്ങൾ ഇങ്ങനെ ഇതിലോട്ട് ചുവട് വെച്ചത്. പക്ഷേ ഇത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സ്റ്റേറ്റ് വരെത്തുമെന്ന് വിചാരിച്ചില്ല. വളരെ സന്തോഷമുണ്ട്. ഇപ്പം എന്തായാലും ഇഷ്ടമാണല്ലോ അല്ലേ? എല്ലാവരുടെയും പേരൊന്ന് വളരെ പെട്ടെന്ന് പറഞ്ഞോ. എൻ്റെ പേര് ഭാമരഞ്ജിത്ത്. പിന്നെ തബല വായിക്കുന്നത് ദീപക് കൃഷ്ണൻ, ഹാർമോണിയം വായിക്കുന്നത് നന്ദനുണ്ണി, സിംബൽ ആൻഡ് ചിപ്സ് വായിക്കുന്നത് തോംസൺ, പിന്നെ വയലിൻ വായിക്കുന്നത് കാശിനാഥൻ. അപ്പോൾ ആ കഥയിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ആ, ഓക്കെ. തികഞ്ഞ ശൂന്യത. അമ്മയും 2 കുഞ്ഞുങ്ങളും. തൻ്റെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുമ്പോൾ മാറൂടക്കി അമ്മയും കിടക്കും. പാവം പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ. ഇനി അവരുടെ ഭാവി എന്ത്? അവരെ എങ്ങനെ വളർത്തും? ആശകളെല്ലാം നശിച്ചു മനസ്സിൽ, പാഴ്കിനാവുകൾ നിറഞ്ഞു നിന്നോ. ആശ്രയമില്ലിനി ജീവിതത്തിൽ, അഭയമരുളുവാൻ ആരുമില്ല, അഭയമരുളുവാൻ ആരുമില്ല. കുട്ടികളുടെ വിശപ്പടക്കാൻ എന്ത് ചെയ്യും? അവൾ പല വാതിലുകളും മുട്ടി, പക്ഷെ ആരും അവളുടെ കണ്ണുനീർ കണ്ടില്ല. ആമാശയഭിത്തികളെ വിശപ്പ് കാർന്നു തിന്നുന്നു. പ്രത്യയശാസ്ത്രങ്ങളുടെ ഉദയത്തിനും പതനത്തിനും കാരണമായ വിശപ്പ് ആവശ്യപ്പോഴുടെ സന്മനോഭാവങ്ങളെ വരിഞ്ഞു മുറുക്കി. ചെറുപ്പം വിട്ടു മാറിയിട്ടില്ലാത്ത അവളുടെ മുഖം ഒളി കണ്ണുകളോട് കൂടി നോക്കാൻ ആളുകളുണ്ടായി. സൈനബ മറ്റൊരാളായി മാറി. രാത്രിയുടെ നിശബ്ദതയിൽ വീടിന് മുൻപിലേക്ക് നിഴലുകൾ പതുങ്ങി പതുങ്ങി എത്തുവാൻ തുടങ്ങി. അടുപ്പിൽ വീണ്ടും തീ പുകഞ്ഞു. പക്ഷേ അവൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പഠിച്ചറപ്പില്ലായ മീനായ തമ്പുരാന്, എന്നോട് പൊറുക്കണേ. കാലം കടന്നുപോയി. സൈനബ 3ാമതും ഒരു കുഞ്ഞിന് ജന്മം നൽകി. കണ്ടാലൊരു മനുഷ്യക്കുട്ടിയാണെന്ന് തോന്നുകയില്ല. ഓതുപോലൊരു കുഞ്ഞ്. ഒരു ദിവസം വീട്ടുടമസ്ഥൻ വീട്ടിലേക്ക് കയറി വന്നു. എടി 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 പിഴച്ചു പറ്റോടെ, ഈ നിമിഷം നീ ഇവിടെ നിന്നിറങ്ങണം. നാശം പിടിച്ച് നിന്നെ അവിടെ താമസിപ്പിച്ചാ ഈ നാട്ടുകാരെല്ലാം കൂടെ എന്നെ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഈ നിമിഷം നീ ഇവിടെ നിന്നിറങ്ങണം. പ്രിയമുള്ളവരെ, ആർക്കാണ് പിഴച്ചത്? സൈനബയോ? അതോ അവളുടെ ഭർത്താവോ? അതോ അവളെ അഴുക്ക് ചാലിലേക്ക് വലിച്ചെറിഞ്ഞ സമൂഹമോ? ആർക്കാണ് പിഴച്ചത്? പരിക്ഷീണയായി സൈനബ തന്റെ മക്കളും ഉത്തിറങ്ങി. അറ്റമില്ലാത്ത പാത അവൾക്ക് മുൻപിൽ നീണ്ടു കിടക്കുന്നു. ഇരമ്പുന്ന പട്ടണം. ഒരു പീഠകത്തിന്മേൽ അവർ അഭയം തേടി. പിറ്റേ ദിവസം ഉണർന്നു നോക്കുമ്പോൾ തന്റെ മൂത്ത 2 കുഞ്ഞുങ്ങളെ കാണാനില്ല. അയ്യോ അയ്യോ, എന്റെ കുഞ്ഞുങ്ങൾ അവരോട് പോയി. അയ്യോ, എന്റെ മക്കൾ, മക്കളെ നിങ്ങൾ എവിടെ പോയടാ? തന്റെ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് ആ തെരുവ് മുഴുവൻ അമ്മ അലഞ്ഞു നടന്നു. പക്ഷേ എങ്ങും കണ്ടെത്താനായില്ല. ആ കുഞ്ഞുങ്ങളെ നമുക്കിന്ന് കാണാം. കോഴിക്കോട് പട്ടണത്തിലെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ചെല്ലുമ്പോൾ, ചേട്ടാ വല്ലതും തരണ ചേട്ടാ, എന്തെങ്കിലും കഴിച്ചിട്ട് 2 ദിവസമായി. അമ്മ വല്ലതും അമ്മ, വിശക്കുന്നു. അവൾ ആ കടത്തിണ്ണയിൽ തളർന്നിരുന്നു. ഇളയ കുഞ്ഞിന്റെ ചെവി തുളയ്ക്കുന്ന കരച്ചിൽ അവരുടെ നെഞ്ചിലേക്ക് കുത്തിക്കയറുന്നു.
എനിക്ക് വയ്യ. അവളുടെ കൈകൾ കുഞ്ഞിന്റെ മാറിലമർന്നു. സാവധാനം അത് മേലോട്ട് നീങ്ങി. അവളുടെ കൈകൾ കുഞ്ഞിന്റെ കഴുത്തിൽ മുറുകുന്നു. കണ്ണു തുറച്ച് വാ പൊളിച്ചു. ആ കുഞ്ഞിന്റെ ശബ്ദം എന്നേക്കുമായി നിലച്ചു. ശരി, എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അഭിനന്ദനങ്ങൾ. താങ്ക് യു. 24-നൊപ്പം ചേർന്നതിന് താങ്ക്സ്.